റോയ്ജായ മുസ്ലിം ലീഗിനെ ഒന്ന് ചൊറിയാൻ മാത്യു കുഴൽനാടൻ നോക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഒടുവിൽ കുഴൽനാടൻ തന്നെ മാപ്പ് പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി അത് കലക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ലായിരുന്നു. ഒന്ന്, അത് മാത്യു കുഴൽനാടനെ പോലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MLA ആയ ഹൈക്കോടതിയിലെ നല്ലൊരു അഭിഭാഷകനായ മാത്യു കുഴൽനാടൻ ആവശ്യമില്ലാതെ വരുത്തി വെച്ചൊരു വിനയാണ് ഈ വിവാദവും അതിൻ്റെ പിന്നിലെ ഈ ഇപ്പോഴത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം. അതായത് കുഴൽനാടൻ അങ്ങനൊരു പ്രസ്താവന നടത്താനുള്ള കാര്യം, മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ഇന്നാരായിരിക്കണം എന്ന മട്ടിൽ പറഞ്ഞു എന്ന പേരിലാണ്. അതായത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗ് പറഞ്ഞു എന്നുള്ള ആക്ഷേപത്തിന് മറുപടി പോലെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കുഴൽനാടൻ ഇത് പറഞ്ഞത്. അതായത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. യഥാർത്ഥത്തിൽ ലീഗ് അങ്ങനെ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയില്ല. പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ അന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഇത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന്റെ തലേദിവസം തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, VD സതീശനാണല്ലോ ഏറ്റവും കൂടുതൽ ജനപ്രിയത എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ, ജനങ്ങളുടെ ജനാഭിലാഷം അങ്ങനെയാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ ലീഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നോ സതീശനായിരിക്കണമെന്നോ KC വേണുഗോപാൽ ആയിരിക്കണമെന്നോ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവരങ്ങനെ പറയുന്നൊരു പാർട്ടിയാണ്. കാരണം ഈ രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് ഈ ധാർമ്മികതയ്ക്കും നീതിബോധത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കാരണം കോൺഗ്രസിന് ദീർഘകാലമായി കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ്. അവര് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാറില്ല. ചില കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ തെരുവിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, നേതൃത്വം ഇടപെട്ട് ഇതിനകത്ത് പരിഹാരം കാണണമെന്നോ ഇത് പാടില്ല എന്നൊക്കെ പറയണം. അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവർക്ക് പറയാനുള്ള അവകാശങ്ങൾ മാത്രമേ അവർ ഇത്തരം കാര്യങ്ങളിൽ മുന്നണി മര്യാദയ്ക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുഴൽനാടന് പറ്റിപ്പോയ അപകടം എന്ന് പറയുന്നത്, കുഴൽനാടന്റെ നേതാവായ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ലീഗ് തടസ്സമാണെന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ കേട്ട ഒരു കഥയുടെ പേരിൽ കയറി പ്രതികരിച്ചതാണ് വിനയായത്. അതിനെതിരെ യൂത്ത് ലീഗുകാർ രംഗത്ത് വന്നു. ചില ലീഗ് നേതാക്കന്മാരും അതിന് ചെറിയ തോതിലെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവരതിനെ വഷളാക്കാനൊന്നും നോക്കിയിട്ടില്ല. അല്ല, ഇതില് രാജ്മോഹൻ ഉണ്ണിത്താനാണ് കൃത്യമായ ഒരു മറുപടി ഇപ്പൊ കൊടുത്തത്. അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനകത്ത് ഒരുപാട് വസ്തുതകളുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഒന്ന്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നത്തെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബൈറ്റിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ദീർഘകാലമായി കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ്. അതുപോലെ തന്നെ ഈ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് ലീഗ് പലപ്പോഴും മറുപടി പറയുന്നുണ്ട്. പല സ്ഥാനചലനങ്ങൾക്കും ഒക്കെ ലീഗിന്റെ അഭിപ്രായം അവർ കണക്കിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണാകരനെ 95 മാറ്റുന്ന സമയത്ത് ലീഗിന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. ലീഗ് അതിന്റെ കരുണാകരനെ മാറ്റണമെന്നുള്ള അഭിപ്രായം പറഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിത്താൻ ഇന്ന് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ലീഗ് പിന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് 2 വട്ടം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയത് ലീഗിന്റെ വലിയൊരു പിന്തുണയോടുകൂടിയാണ്. ലീഗാണ് കോൺഗ്രസിനേക്കാൾ വലിയ തോതിൽ അവിടെ ഇറങ്ങി രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി സീറ്റ് നേടിയെടുക്കുന്നതിനും വോട്ട് സമാഹരിക്കുന്നതിനും എല്ലാം കോൺഗ്രസിനെക്കാട്ടിലും വലിയ ശക്തിയുള്ള പാർട്ടിയാണ് കാസർഗോഡിന്റെ പല മേഖലകളിലും ഉള്ളത്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇത്തവണ നമ്മൾ കണ്ടതല്ലേ, സന്ദീപ് വാര്യരെ പോലെ ഒരു പുതുമുഖത്തിനെ കൊണ്ടുവന്ന് തൃക്കരിപ്പൂർ പോലെ CPM-ന്റെ കോട്ടയായി അവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചത് ലീഗിന്റെ വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ലീഗിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല. പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ നന്നായിട്ട് അറിയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഓരോ തവണയും ഭൂരിപക്ഷം കൂടി വരുവാണ്. അവിടെ ലീഗിന്റെ വലിയ പിന്തുണയുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഗുമായിട്ട് വലിയ അടുപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ ഒരാളാണ്. ഈ തരത്തിൽ കോൺഗ്രസ് തെരുവിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ്സുകാർ ഏറ്റുമുട്ടുന്നത് ഇതൊരു വിഭാഗീയതയുടെ തുടക്കമായി മാറും, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറഞ്ഞാൽ, കുഴൽനാടനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. അദ്ദേഹത്തിന് അത് പറഞ്ഞത് അത് ആ ഒരു കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞത്. പക്ഷേ അത് കുഴൽനാടനെ കൃത്യമായി കൊണ്ടു. അത് കുഴൽനാടനെ അത് വലിയ തോതിൽ അത് അപമാനിക്കപ്പെട്ടു. കുഴൽനാടൻ ഏതായാലും ആ വിവാദത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറഞ്ഞു. ഉണ്ണിത്താൻ മുതിർന്ന നേതാവാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അല്പനാണെന്ന് പറയേണ്ടി വന്നു. അതിനകത്തൊരു പരിഹാസമുണ്ട്. അതൊരു ഉണ്ണിത്താനെ ചെറിയ തോതിൽ ട്രോൾ ചെയ്തതുമാണ്.
പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ഒരാളുടെ അടുത്ത് പോയി ഏറ്റുമുട്ടാതിരിക്കുന്നതാണ് ആരോഗ്യത്തിനും രാഷ്ട്രീയത്തിനും ഏറ്റവും നല്ലത്. കാരണം ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുകയും അതേപോലെ തന്നെ എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്താത്തൊരു മയവും ഇല്ലാത്ത ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം കുഴൽനാടൻ പ്രഗത്ഭനായ വക്കീലാണെങ്കിലും കൂടുതൽ വാദത്തിനൊന്നും നിൽക്കാതെ പതുക്കെ അങ്ങ് പിന്മാറിയത്. ലീഗിനെതിരെയുള്ള വിമർശനവും നിർത്തിയെന്നാണ് പറയുന്നത്. ഞാൻ ഇനി അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, ലീഗിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ലീഗ് അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് പിന്നെ മാത്യു കുഴൽനാടൻ നിസ്സാരനായ ആളല്ല. കേരളത്തിൽ അറിയപ്പെടുന്നതും കേരളത്തിലെ ഒരു ടേമിൽ MPLA ആയിരുന്ന ആളും ഇനി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃതലത്തിലേക്ക് ഉയർന്നു വരേണ്ട ഒരാളുമാണ്. അദ്ദേഹം തന്നെ ഈ നിങ്ങളുടെ ഘടകകക്ഷിയെ അധിക്ഷേപിച്ച് സംസാരിക്കുക, അവരുടെ അവകാശങ്ങളിൽ മേൽ കടന്നു കയറുക എന്നൊക്കെ പറയുന്നത് അത് രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന് തന്നെ അത് ഭാവിക്ക് ദോഷമായി വരുമെന്നുള്ള പെട്ടെന്ന് തിരിച്ചറിവുകൊണ്ടായിരിക്കാം ഞാൻ ഇനി അതേക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞതും അതിനെയും അന്തരീക്ഷത്തിൽ വലിച്ചിട്ടലക്കി അതിന്റെ പേരിൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാവാം സ്വയം ബുദ്ധിപൂർവ്വം പിന്മാറിയതാണ്. പക്ഷേ ഇന്നത്തെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുഴൽനാടന്റെ സകല തരത്തിലുള്ള ആർഗ്യുമെന്റുകളെയും പൊളിച്ചെടുക്കുന്നതാണ്. രാഷ്ട്രീയമായി വലിയ ക്ഷീണം പിന്നെ കുഴൽനാടൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു അദ്ദേഹം നടത്തിയത് തന്നെ. അപ്പോൾ ലീഗിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ലീഗിന് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിത്താൻ ആ വിഷയം പിന്നെ അന്തരീക്ഷത്തിൽ നിർത്തിയത്. ഇനി അത് കാരണം ഉണ്ണിത്താൻ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുണ്ടാകുന്ന റിയാക്ഷൻസിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടായിരിക്കാം മാത്യു വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിപൂർവ്വം അതിനകത്തു നിന്ന് പിന്മാറിയത്. അല്ല, കുഴൽനാടൻ വല്ലാത്തൊരവസ്ഥയാണ്. ഒരു ഗ്രൂപ്പിന്റെ മാനേജറായിട്ട് വന്നു, അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതിന്റെ കൂടി എല്ലാം കൂടി ഒരു നിരാശ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. അതെല്ലാമാണ്. കാരണം ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം തർക്കം ഇത്രയും വഷളാക്കിയതിന്റെ പിന്നിൽ എല്ലാവർക്കും പങ്കുണ്ട്. അത് ഓരോരുത്തരും അവരവരുടേതായ പങ്ക് വഹിച്ചു. അപ്പോൾ ആ കാര്യത്തിനകത്ത് കുഴൽനാടന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ തന്നെയല്ല പിന്നെ ലീഗിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുന്ന തരത്തിലേക്ക് കുഴൽനാടൻ പോകരുതായിരുന്നു. കാരണം കോൺഗ്രസിനകത്ത് KPCC പ്രസിഡന്റുണ്ട്, മുന്നണി കൺവീനറുണ്ട്, മുന്നണി ചെയർമാൻ എന്നുള്ളതിൽ പ്രതിപക്ഷ നേതാവുണ്ട്. അവരൊക്കെ ആയിരുന്നു ഇതിനൊരു മറുപടി. അഥവാ ലീഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് അവരൊക്കെയായിരുന്നു. അതായത് ആ പാർട്ടിക്കകത്തെ ഹൈറാർക്കിയെ മറികടന്നുകൊണ്ടാണ് കുഴൽനാടൻ അത്ര ഒരു പരാമർശം. പാർട്ടിയുടെ ഹൈറാർക്കി അല്ല, KCയുടെ മാനേജർ എന്നുള്ള അതെ, KCയുടെ മാനേജർ എന്നുള്ള റോളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം വഹിക്കുന്ന പങ്കിനെ കുറിച്ചൊക്കെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. അതാണല്ലോ വിനയായി പോയതും അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു. യൂത്ത് ലീഗുകാർ പ്രതിഷേധിച്ചു. അപ്പോൾ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധത്തിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു ഫീലുണ്ടായി. അപ്പം ഉണ്ണിത്താൻ തന്നെ കുഴൽനാടൻ തന്നെയാണ് കുഴൽനാടന്റെ പിന്നെ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്നുള്ളത് വേറെ ആരെക്കാളും നന്നായിട്ട് മനസ്സിലാകും. പിന്നെ തന്നെയല്ല, ഈ ഒരു MLA തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആണ് ഒബ്സർവർമാർ വന്ന് നിരീക്ഷകർ വന്നു അവരുടെ മുമ്പിൽ പറയേണ്ട കാര്യമൊക്കെയാണ് പുറത്തിറങ്ങി പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നീട് എന്താണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന മട്ടിൽ നിങ്ങൾ ഗ്രൂപ്പ് മാനേജർമാരാണ്. ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഇവരെല്ലാവരും. ഗ്രൂപ്പ് മാനേജർമാരായി രംഗത്ത് വരുന്നു. KCക്ക് വേണ്ടി ഒരു കൂട്ടർ വരുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വരുന്നു, VDക്ക് വേണ്ടി ഒരു കൂട്ടർ വരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങളുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പണി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ജനവികാരത്തെ അത് മാനിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന പുതിയ തിയറികൾ ഇവർ തന്നെയാണ് ഇറക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയും നിങ്ങളതിന് വളം വെച്ച് കൊടുത്തതിൻ്റെ ദുരിതങ്ങളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റുമോ? അതിനകത്ത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പണമുള്ള ഫ്ലെക്സ് നശിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഒരാൾ പോലും പറയാൻ തയ്യാറായിട്ടില്ല. ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ഈ 3 പേരോ അല്ലെങ്കിൽ ഈ KPCC പ്രസിഡന്റോ ഇവരാരും ഇത്തരത്തിലുള്ള തെരുവിലിറങ്ങി ഇങ്ങനെ അടി കൂടരുന്നോ? ഉമ്മൻചാണ്ടിയുടെ പണം വെച്ചാണ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാർ വോട്ട് പിടിച്ചത്, ഇല്ലേ? ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കത്തിൽ വയ്ക്കുന്ന ഫ്ലെക്സിൽ ഉമ്മൻചാണ്ടിയുടെ മുഖമുണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ നിങ്ങളുടെ കച്ചവട വസ്തുവാക്കുക എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി ഉമ്മൻചാണ്ടിയോട് നിങ്ങൾ നീതി കാണിച്ചില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്, ഇല്ലേ? കേരളത്തിൽ ഇവിടെ നമ്മൾ കണ്ടതാണ്, പത്തനാപുരത്തൊക്കെ
ഓരോ വീട്ടിന്റെ മുമ്പിലും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വെച്ചത് ഉമ്മൻചാണ്ടി. കാരണം ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു വികാരം തന്നെയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPM വലിയ തോതിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ ആവശ്യപ്രകാരം ആ കുടുംബം ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ അതാണല്ലോ. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് ഈ നാട്ടുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരാളിന്റെ ഫ്ലെക്സ് വലിച്ചു കയറാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. അത് തെറ്റാണെന്ന് ഉണ്ണിത്താൻ ഇന്ന് വന്നപ്പോഴാണ്, ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ്. ഉണ്ണിത്താൻ ഇന്ന് വന്ന് പത്രക്കാരോട് പറയുമ്പോൾ വരെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന്, അത് തെറ്റായിപ്പോ എന്നൊരു തോന്നലുണ്ട്. ഈ KPC പ്രസിഡന്റ് ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, മറ്റ് KPCCയുടെ മറ്റ് ഭാരവാഹികളൊക്കെ ഉണ്ട്. അവർക്ക് ആർക്കും അത് പറയണമെന്ന് തോന്നുന്നില്ല. ഉണ്ണിത്താന് മാത്രമാണ് അത് കഴിഞ്ഞത്. ഉണ്ണിത്താൻ ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. സോളാർ സമരകാലത്ത് സോളാറിന്റെ ഈ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ചാനലുകളിൽ പോയി ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കാൻ ആരും തയ്യാറായില്ല. അന്ന് ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് പാഞ്ഞു നടന്ന ഈ പാവപ്പെട്ട ഉണ്ണിത്താൻ മാത്രമായിരുന്നു. ഉണ്ണിത്താനെ പലരും വിലക്കിയിരുന്നെന്ന് ഉണ്ണിത്താൻ പറയുന്നുണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനൊന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് സ്വീകരിച്ച നിലപാടെന്ന് പറഞ്ഞത് എന്റെ പാർട്ടിയുടെ ഒരു നേതാവിനെ അനാവശ്യമായി എതിർപക്ഷത്തുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനെതിരെ അതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ആ കാര്യം ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വേണമായിരുന്നു കുഴൽനാടൻ പ്രതികരിക്കേണ്ടിയിരുന്നത്. അപ്പൊ കുഴൽനാടന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ വീഴ്ചയാണ്. കാരണം ഒരുപാട് ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് കുഴൽനാടൻ. പാർട്ടിയുടെ പിന്നെ നിയമസഭയിലൊക്കെ കത്തിക്കയറാനുള്ള കഴിവുള്ള ഒരാളാണ്. അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറിയതും ഇദ്ദേഹം പറഞ്ഞതും മോശമായി പോയെന്ന് അദ്ദേഹത്തിന് തോന്നണ്ടേ. അത് ഞാൻ ഈ വിവാദത്തിനില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അത് പിന്നെ അത് ആ തിരിച്ചറിവുണ്ടായത് തന്നെ വലിയ കാര്യം.